സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സർ. ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ മൊഡ്യൂൾ 3യുടെ 2 നോട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പം മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡാണ്. അതിൽ ഒരു നോട്ട്സ് എന്ന് പറയുന്നത് KTU സ്റ്റുഡൻസിൻ്റെ നോട്ട്സും വേറൊരു നോട്ട്സ് എനിക്ക് വേറൊരു കോളേജിൽ നിന്ന് കിട്ടിയ നോട്ട്സാണ്. അത് കുറച്ചും കൂടി സിമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ 2 നോട്ട്സ് വിട്ടത്. അപ്പോൾ രണ്ടും നിങ്ങൾ റെഫർ ചെയ്യുക. ഞാൻ ഒരെണ്ണം വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റേതിനകത്തുള്ള അഡീഷണൽ പ്രോബ്ലംസും കൂടെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് വർക്കൗട്ട് ചെയ്യണം. കാരണം മെട്രിക്സ് മെത്തേഡാണ്. കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. ഞാൻ എക്സ്പ്ലനേഷൻ തന്ന് റെക്കോർഡിങ് ഞാൻ എന്തായാലും ക്ലാസ് റൂമിൽ ഇടാം. ഞാൻ പഴയ 2 റെക്കോർഡിങ് ഇടാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഞാൻ ഇന്ന് തന്നെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം. അപ്പോൾ അത് നോക്കി നിങ്ങൾ പഠിക്കുക. അപ്പം നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡാണ്. നമ്മളൊരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അനലൈസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അതിനകത്തു നിന്നുള്ള ഫോഴ്സസ്, മെമ്പർ ഫോഴ്സസ്, ഡിസ്പ്ലേസ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മൊമെൻറ്റ്സ്, ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുന്നത്. നിങ്ങൾ സ്ട്രക്ചർ അനാലിസിസ് 1ലും 2ലും ഒക്കെ ഇങ്ങനെയുള്ള കുറേ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ് മെട്രിക്സ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഫ്ലെക്സിബിലിറ്റി? ഞാൻ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് കോസ്ഡ് ബൈ ആപ്ലിക്കേഷൻ ഓഫ് യൂണിറ്റ് ഫോഴ്സ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊരു യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ മറ്റൊരു നോഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു 2 or 3 അതിലധികം പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം 2 പോയിന്റ്സ് ആണുള്ളതെങ്കിൽ നമുക്കൊരു 2x2 മെട്രിക്സ് കിട്ടും. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന മെട്രിക്സ് എന്ന് പറയുന്ന പേരാണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും നോക്കണ്ട. ജസ്റ്റ് ഈ ഒരു ടേം മാത്രം അറിഞ്ഞാൽ നമ്മളിപ്പം ഇതൊരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണെങ്കിൽ നമുക്കറിയാം 1 എന്ന് പറയുന്നത് 1 2 എന്ന് പറയുന്നത് ആദ്യത്തത് ഐയും രണ്ടാമത്തത് ജെയും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് FIJ എന്നായിരിക്കും. F സഫിക്സ് IJ. അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ith പൊസിഷൻ ഡ്യൂ ടു യൂണിറ്റ് ഫോഴ്സ് അറ്റ് jth പൊസിഷൻ. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ജെ എന്ന് പറയുന്ന പൊസിഷൻ ഞാനിപ്പം ഈ ഒരു കേസ് എടുക്കുന്നത് F12 ആണ്. അപ്പം F12 എന്ന് പറയുമ്പോൾ ഞാൻ I എന്ന് പറയുന്നത് 1ഉം J എന്ന് പറയുന്നത് 2 ആണ്. അപ്പം അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പൊസിഷനിൽ ഒരു യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ പൊസിഷനിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് F12 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾക്ക് അത്ര ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വേഗ ഐഡിയ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കറക്റ്റ് ഐഡിയ കിട്ടും. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരാം, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരാം. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഡെൽറ്റ എന്നും. ഇനി ഒരു മൊമെൻ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ റൊട്ടേഷൻ വരാം, അതിന് തീറ്റ എന്നും പറയും. അപ്പോൾ ഇതിനകത്ത് എല്ലാം വരാം, അതായത് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് വരാം, റൊട്ടേഷനും വരാം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിനകത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. F11ഉം F21 എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എഫക്റ്റ് വെൻ യൂണിറ്റ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് അറ്റ് 1. ഇനി F12ഉം F22 എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എഫക്റ്റ് വെൻ യൂണിറ്റ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് അറ്റ് 2. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊമെൻ്റ് ഏരിയ തിയറം യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇതിന് പറഞ്ഞ വേറെ പേരാണ് കോഞ്ചുഗേറ്റ് ബീം മെത്തേഡ് എന്ന് പറയും. നിങ്ങൾ ഓൾറെഡി സ്ട്രക്ചർ അനാലിസിസ് പഠിച്ചതാണ്. മൊമെൻ്റ് ഏരിയ തിയറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിനെ ഒരു M/E ഡയഗ്രത്തിൻ്റെ ടേംസിലോട്ട് മാറ്റും. ഓർമ്മയുണ്ടോ നിങ്ങൾക്കിത്? ഇത് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? നമുക്കൊരു ബീം തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അതിനെ കോഞ്ചുഗേറ്റ് ബീം അല്ലെന്നുണ്ടെങ്കിൽ കോഞ്ചുഗേറ്റ് ബീം എന്ന് പറയുന്നത് M/E ഡയഗ്രാമത്തിൻ്റെ ടേംസിലോട്ട് മാറ്റുമ്പോഴത്തേക്കും അതിൽ നിന്നും നമുക്ക് റൊട്ടേഷൻ അഥവാ സ്ലോപ്പ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഇറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി M/E ഡയഗ്രാം. M എന്ന് പറയുന്ന മൊമെൻറ്റ്, M/E ഡയഗ്രാം. M/E ഡയഗ്രത്തിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ റൊട്ടേഷൻ കിട്ടും. റൊട്ടേഷൻ നമ്മൾ പറയുന്ന പേര് സ്ലോപ്പ് എന്നാണ്. ഇനി
ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് ഇറ്റ് ഈസ് ദി മൊമെൻറ്റ് ഓഫ് ദി ഏരിയ ഓഫ് ദി M/A ഡയഗ്രാം. M/A ഡയഗ്രത്തിൻ്റെ ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അതിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സെൻട്രലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫ്ലക്ഷൻ കിട്ടും. സോ നമുക്കൊരു ബീം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ M/A ഡയഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ M/A ഡയഗ്രത്തിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അത് കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയിക്കോളും. നമ്മൾ ആ ഒരു ചെറിയ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ക്ലിയർ ആയിക്കോളും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. അതിന് മറ്റ് പേരുകളുണ്ട്. ഫോഴ്സ് മെത്തേഡ് എന്ന് പറയും, മെത്തേഡ് ഓഫ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ എന്ന് പറയും. ഫോഴ്സ് മെത്തേഡ് എന്ന് പറയാൻ കാരണം നമ്മളിവിടെ യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഡിഫോർമേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് മെത്തേഡ് ഓഫ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ എന്നും പറയും. സാജിദ് അറ്റൻസ് ഒന്ന് നോട്ട് ചെയ്യണേ. ഓക്കെ, നേരത്തെ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് എന്നും പറയും. ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടേം ആണ്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് ജനറേറ്റഡ് അറ്റ് കോർഡിനേറ്റ് I ഡ്യൂ ടു യൂണിറ്റ് ഫോഴ്സ് അറ്റ് കോർഡിനേറ്റ് J. ഓക്കെ, ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ഓൾറെഡി ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഇവിടെയും ഉണ്ട്. നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യാം. നമ്മളൊരു ബീം എടുത്തു കഴിഞ്ഞാൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആവശ്യമുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചർ ഇൻഡിറ്റർമിനേറ്റ് ആണ്. ഇനി ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് DS 0 ആവുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി DS 0 ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സിമ്പിളാണ് കാൽക്കുലേഷൻസ്. നമുക്ക് ഉള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് DS 0 എന്ന് പറയുന്നത്. ഇനി DS വാല്യൂ പോസിറ്റീവ്, അതായത് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, 0 കൂടുതലാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 അതിൽ കൂടുതലോ ആണെങ്കിൽ അതിന് ഇൻഡിറ്റർമിനൻസി ഉണ്ട്. അതായത് നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മുടെ കമ്പാറ്റബിലിറ്റി ഇക്വേഷൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് മാത്രമേ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റൂ. നമ്മൾ കൂടുതലും ഈ ഒരു ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൽ പഠിക്കുന്നത് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് എക്സാമിനും മിക്കവാറും അതായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഇഫ് ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി ഈസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇറ്റ് ഈസ് എ ഡെഫിസിറ്റ് സ്ട്രക്ചർ ഓർ ഇറ്റ് ഈസ് ആൻ അൺസ്റ്റേബിൾ സ്ട്രക്ചർ. ആ സ്ട്രക്ചർ ഒരിക്കലും സ്റ്റേബിൾ അല്ല. കാര്യം നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസിൻ്റെ എണ്ണത്തിനെക്കാട്ടി കുറവാണ് റിയാക്ഷൻസ് എങ്കിൽ ആ സ്ട്രക്ചർ ഒരിക്കലും സ്റ്റേബിൾ അല്ല. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അൺസ്റ്റേബിൾ സ്ട്രക്ചർ. ഇത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഇനി ബീമിൻ്റെയും ഈ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് റോളർ സപ്പോർട്ട് എന്താണ്, അവിടെ റിയാക്ഷൻസ് എത്ര ഉണ്ട്, ഹിഞ്ചിൽ സപ്പോർട്ട് എന്താണ്, അവിടെ എത്ര റിയാക്ഷൻസ് ഉണ്ട്, ഫിക്സഡിൽ എത്ര റിയാക്ഷൻസ് ഉണ്ട്, പിൻ ജോയിൻറ്റഡ് ഫ്രെയിം വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇക്വേഷൻ എന്താണ്, റിജിഡ് ജോയിൻറ്റഡ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ബീംസിൽ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. ബീം വിത്ത് ആൻ ഇൻറ്റേർണൽ ഹിഞ്ച്, ഇതൊക്കെ ഞാൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പോർട്ടൽ ഫ്രെയിം വരുമ്പോഴത്തേക്കും എന്തായിരിക്കും ഇക്വേഷൻസ്. ഈ എക്സാമ്പിൾസ് എല്ലാം ഒന്നുകൂടെ നോക്കുക. ഇനി ഇവിടെ തൊട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ ആരെങ്കിലും ഒക്കെ. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഹൗ ടു ഡെവലപ്പ് ആൻ ഫോഴ്സ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ ഒരു കാൻഡിലിവർ ബീമുണ്ട് ഹാവിങ് ലെങ്ത് L. അപ്പം ഞാനിവിടെ എപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂണിറ്റ് ലോഡായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്.
അപ്പോൾ ഈ കേസിൽ ഞാൻ ഒരു 1 കിലോ ന്യൂട്ടൺ യൂണിറ്റ് ലോഡ് വെർട്ടിക്കലായിട്ട് ഞാൻ ഈ ഒരു കാൻഡിലിവർ ബീമിൽ അപ്ലൈ ചെയ്യുകയാണ്. സോ കാൻഡിലിവർ ബീം വിത്ത് ലെങ്ത് L ആൻഡ് ഐ ആം അപ്ലൈയിങ് എ 1 കിലോ ന്യൂട്ടൺ യൂണിറ്റ് ലോഡ് അറ്റ് ഫസ്റ്റ് പൊസിഷൻ. ഞാൻ ഈ 1 കിലോ ന്യൂട്ടൻ്റെ ആ ഡയറക്ഷനെ ഞാൻ സൂചിപ്പിക്കുന്നത് 1 എന്നാണ്, ഒന്നാമത്തെ നോഡ് അല്ലെങ്കിൽ ഒന്നാമത്തെ പൊസിഷൻ എന്നുള്ള മീനിങ്ങിലാണ് ഞാൻ അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഒരു 1 കിലോ ന്യൂട്ടൺ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്, ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്, ഒരു പൊസിഷൻ മാത്രമേ ഉള്ളെങ്കിൽ മെട്രിക്സിൻ്റെ സൈസ് 1/1 ആയിരിക്കും. ഇനി 2 പൊസിഷൻസ് ഉണ്ടെങ്കിൽ 2/2 ആയിരിക്കും, 3 ഉണ്ടെങ്കിൽ 3/3 ആയിരിക്കും. ഇവിടെ നമുക്കിപ്പോൾ ഒരു പൊസിഷൻ മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് ഒറ്റ മെമ്പർ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ Δ11 എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പം ഈ പോയിന്റിൽ ഞാൻ യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഈ പോയിന്റിൽ ഇതേ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എൻ്റെ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത ഫിഗർ നോക്കിക്കേ. യൂണിറ്റ് ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ ഇതിൻ്റെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ ഇങ്ങനെ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതാണ് ഡിഫ്ലക്ഷൻ വാല്യൂ. Δ11 ആണ് ഡിഫ്ലക്ഷൻ വാല്യൂ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ കർവ് എന്ന് പറയുന്നത്. ഈ Δ11 വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് കിട്ടും. ഓക്കെ, ഇനി അതിന് ഞാൻ ചെയ്യുന്നത് എന്തായിരിക്കും? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ ഞാനൊരു ഇക്വലൻ്റ് ആയിട്ട് M/A ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, M/A ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിൽ ഞാൻ 1 കിലോ ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്താൽ ഇവിടെ ഉണ്ടാവുന്ന മൊമെൻ്റ് ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, ഈ പോയിന്റിൽ 1 കിലോ ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഇവിടെ മൊമെൻ്റ് ഒന്നും വരത്തില്ല, ഇവിടെ 0 ആയിരിക്കും. കാരണം ഫോഴ്സ് പാസ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്, ഇവിടെ മൊമെൻ്റ് 0 ആയിരിക്കും. പക്ഷേ ഫിക്സഡ് എൻഡിൽ വരുമ്പോഴത്തേക്കും 1 × L അതായിരിക്കും ഇവിടുത്തെ മൊമെൻ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഫിക്സഡ് എൻഡിൽ ഒരു മൊമെൻ്റ് ഉണ്ട്, ആ മൊമെൻ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 × L, അതായത് L തന്നെ ആയിരിക്കും. സോ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൽ M എന്ന് പറയുന്നത് സ്മോൾ L ആയിരിക്കും. ഇനി ഇത് മൊമെൻ്റ് ഡയഗ്രമാണ്, എനിക്ക് വേണ്ടത് M/EI ഡയഗ്രമാണ്. അപ്പം എൻ്റെ EI വാല്യൂ എന്ന് പറയുന്നതിന് ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. M/EI എന്ന് പറയുന്നത് അതും ഒരു ട്രയാങ്കുലർ ഷേപ്പ് തന്നെ ആയിരിക്കും. സോ എമ്മിന് പകരം ഞാൻ L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, L/EI. ഇതാണ് എൻ്റെ M/EI ഡയഗ്രാം. അതായത് എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് L ആണ്, L/EI കിട്ടും. ഇത്രയാണ് നമ്മുടെ ഡയഗ്രാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു എന്താണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ സ്ലോപ്പ് അല്ലെങ്കിൽ റൊട്ടേഷൻ? റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ M/E ഡയഗ്രത്തിൻ്റെ ഏരിയയാണ്. അപ്പം ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഏരിയ ആണത്. അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് അവിടുത്തെ സ്ലോപ്പ് കിട്ടും. പക്ഷേ എനിക്ക് വേണ്ടത് സ്ലോപ്പ് അല്ല, എനിക്ക് വേണ്ടത് ഡിഫ്ലക്ഷനാണ്. കാരണം എൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 1 കിലോ ന്യൂട്ടൺ താഴോട്ടാണ്. എൻ്റെ ഡയറക്ഷൻ 1 കിലോ ന്യൂട്ടൺ താഴോട്ടാണ്. എനിക്ക് ആ ഡയറക്ഷനിൽ തന്നെ ഉള്ള വാല്യൂ ആണ് വേണ്ടത്. ആ ഡയറക്ഷനിലുള്ള വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ ഡിഫ്ലക്ഷനാണ്. അപ്പം എനിക്ക് വേണ്ടത് സ്ലോപ്പ് അല്ല, ഡിഫ്ലക്ഷനാണ്. ഡിഫ്ലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഞാൻ ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ മൊമെൻ്റ് ഓഫ് ദി M/A ഡയഗ്രം കണ്ടുപിടിക്കണം. M/A ഡയഗ്രം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്. ഇനി മൊമെൻ്റ് ഓഫ് ദി ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ഹാഫ് ഇൻറ്റു L ഇൻറ്റു L/EI എന്ന് പറയുന്നതാണ് അവിടുത്തെ ഏരിയ. ഇനി ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻറ്റു സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, എക്സ് ബാർ എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. എനിക്ക് ഏത് പോയിൻ്റാണ് വേണ്ടത്? ഇവിടുത്തെ ഡിഫ്ലക്ഷനാണ് എനിക്ക് വേണ്ടത്. ഇവിടുത്തെ ഡിഫ്ലക്ഷനാണ് വേണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുക. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഈ ഒരു എൻഡിൽ നിന്നും 2/3 ലെങ്തിലായിരിക്കും എൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു L ഇൻറ്റു L/EI എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ കിട്ടും. ഇനി ഇൻറ്റു ദി സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/3 L. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് L³/3I എന്ന് കിട്ടും. സോ ഈ ഒരു ബീമിൻ്റെ ഡിഫ്ലക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1 കിലോ ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് L³/3I ആണ്. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഫ്ലുവൻസ്, ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ്. ആ വാല്യൂ എന്ന് പറയുന്നത് L³/3EI ആണ്. ഇതിൽ സംശയമുണ്ടോ? ഇത്രയും കാര്യങ്ങൾ
ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടെല്ലാം എളുപ്പമായിരിക്കും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എങ്ങനെ കണ്ടുപിടിക്കാം. സംശയം ഉണ്ടോ ആർക്കും? ബാക്കിയുള്ളവർ സാജിദ് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവർ ദേവ ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ റെക്കോർഡിങ്ങും കൂടെ ഇടുന്നുണ്ട് ക്ലാസ് റൂമിൽ. നിങ്ങൾ അതും കൂടെ നോക്കുക. ഇത് ഒരു സിമ്പിൾ കേസാണ്, ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുന്ന കേസ്. ഇനി അടുത്ത ഒരു കേസ് നമുക്ക് നോക്കാം. ഇതൊരു കാൻലിവർ ബീമാണ്. ഞാനിവിടെ ഒരു യൂണിറ്റ് മൊമെൻ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. L എന്ന് പറയുന്ന ലെങ്ത് ഉള്ള ഒരു കാൻലിവർ ബീം. യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തതിന് പകരം ഞാൻ യൂണിറ്റ് മൊമെൻ്റ് അപ്ലൈ ചെയ്യാം. അപ്പം യൂണിറ്റ് മൊമെൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ ഇങ്ങനെയാണ്. ഇനി എപ്പോഴും എൻ്റെ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈലിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിപ്പോൾ മൊമെൻ്റ് അല്ലേ, മൊമെൻറ്റിൻ്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതെപ്പോഴും റൊട്ടേഷൻ ആയിരിക്കും. റൊട്ടേഷൻ അല്ലെങ്കിൽ അവിടുത്തെ തീറ്റ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. തീറ്റ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പ് ആയിരിക്കും നമ്മുടെ തീറ്റ വാല്യൂ എന്ന് പറയുന്നത്. ഒരിക്കലും ഇവിടെ ഒരു ആംഗിൾ ഡെവലപ്പ് ചെയ്യത്തില്ല, ഇവിടെ ഒരു സ്ലോപ്പ് ഡെവലപ്പ് ചെയ്യില്ല. കാരണം അതൊരു ഫിക്സ്ഡ് എൻഡ് ആണ്. ഫിക്സ്ഡ് എൻഡിൽ ഒരിക്കലും റൊട്ടേഷൻ ഉണ്ടാവില്ല. പിന്നെ എവിടെയായിരിക്കും തീറ്റ വാല്യൂ എന്ന് പറയുന്നത്? ഈ ഡിഫ്ലക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടുന്ന് ഞാനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ട്രയാങ്കിളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇവിടുത്തെ ആംഗിൾ ആയിരിക്കും തീറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ എപ്പോഴും 1 kN മൊമെൻ്റാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ തീറ്റ ബി വാല്യൂ ആയിരിക്കും എൻ്റെ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ലോപ്പ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ലോപ്പ് എന്ന് പറയുന്നത് M/A ഡയഗ്രത്തിൻ്റെ ഏരിയ എടുത്താൽ മതി. ഡിഫ്ലക്ഷൻ വരുമ്പോഴാണ് M/A ഡയഗ്രത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ദി ഏരിയ എടുക്കേണ്ടത്. സ്ലോപ്പ് വരുമ്പോഴത്തേക്കും M/A ഡയഗ്രത്തിൻ്റെ ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി ഇവിടുത്തെ മൊമെൻ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സ്ഡ് എൻഡിലും അതുപോലെ ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് തിരിച്ച് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻ്റ് കൊടുത്തു, ഇവിടെയും ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഡെവലപ്പ് ചെയ്തു. സോ 1 kN എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത്. നേരത്തെ നമുക്ക് L കിട്ടിയതുപോലെ ഇവിടെ 1 തന്നെ ആയിരിക്കും മൊമെൻ്റ്. രണ്ട് എൻഡിലും മൊമെൻ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് റെക്ടാങ്കുലർ ഷേപ്പിൽ വന്നിരിക്കുന്നത്. ഇനി ഇത് മൊമെൻ്റ് ഡയഗ്രാമാണ്. ഇനി M/E ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ EI കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1/EI, ഇവിടെ 1/EI. ഓക്കെ, അപ്പോൾ ഇതാണ് M/E ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി മൊമെൻ്റേരിയ തിയറം അനുസരിച്ച്, നമ്മുടെ മൊമെൻ്റേരിയ തിയറം അനുസരിച്ച് സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി M/E ഡയഗ്രാം. ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പാണ്. റെക്ടാങ്കുലർ ഷേപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ 1/EI ഇൻറ്റു ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. സോ നമുക്ക് L/EI എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഒരു മൊമെൻ്റ് ഞാൻ ഒരു 1 kN മൊമെൻ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് L/EI ആണ്. ഇവിടെയും ഒരു നോഡ് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു സിംഗിൾ വാല്യൂ ആണ് കിട്ടിയത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കേസ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഒരു കാൻലിവർ ബീമിൽ ഞാൻ ഒരു യൂണിറ്റ് ലോഡും ഉണ്ട്, ഒരു യൂണിറ്റ് മൊമെൻറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്, 1 ഉണ്ട് 2 ഉണ്ട്. അപ്പം 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് F11ഉം F21ഉം, 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് F12ഉം F22ഉം. അതായത് ഞാൻ 1 kN യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ പൊസിഷനിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് F11. അതുപോലെ തന്നെ ഞാൻ 1 kN യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിലുണ്ടാവുന്ന സ്ലോപ്പാണ് F21. ഇത്രയും ആദ്യം മനസ്സിലാക്കുക.
ഒന്നാമത്തെ പൊസിഷനിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് F11. ഒന്നാമത്തെ പോയിന്റിൽ തന്നെ ഞാൻ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ ഉണ്ടാകുന്ന സ്ലോപ്പാണ് F21. ഇനി തിരിച്ചു നോക്കാം. രണ്ടാമത്തെ പോയിന്റിൽ ഞാനൊരു യൂണിറ്റ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് F12. ഇനി രണ്ടാമത്തെ പൊസിഷനിൽ ഞാൻ ഒരു യൂണിറ്റ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ തന്നെ ഉണ്ടാകുന്ന സ്ലോപ്പാണ് F22. അതാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഡിഫ്ലക്ഷൻ അറ്റ് 1 ഡ്യൂ ടു യൂണിറ്റ് ഫോഴ്സ് അറ്റ് 1. അതാണ് F11. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും നിങ്ങൾ വരുത്തണ്ട. നിങ്ങൾ ഇതിപ്പം ഒന്ന് തിരിഞ്ഞു പോയാലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും സ്റ്റിഫ്നെസ് മെട്രിക്സും എപ്പോഴും സിമെട്രിക് ആണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും സിമെട്രിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വന്നോളും. അതുകൊണ്ട് അത്ര കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഇനി ഡിഫ്ലക്ഷൻ അറ്റ് 1 ഡ്യൂ ടു യൂണിറ്റ് ഫോഴ്സ് അറ്റ് 1. ഞാനിവിടെ 1 കൊടുത്തു. അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഇത് ഓൾറെഡി ഞാൻ ഡിറൈവ് ചെയ്തതാണ്. കാരണം ആദ്യത്തെ കേസ് നമുക്ക് L/E ഡയഗ്രാം കിട്ടി. L/E ഡയഗ്രത്തിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത്, മൊമെൻ്റ് ഓഫ് ദി ഏരിയ എന്ന് പറയുന്നത് L3/3I ആണ്. അത് ഓൾറെഡി നമുക്ക് കിട്ടി. ഓക്കെ. ഇനി അത് ഡിഫ്ലക്ഷൻ്റെ കേസാണ്. ഇനി അവിടെ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ഏരിയ, ജസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ L²/2A കിട്ടും. അതായത് ഈ രണ്ട് വാല്യൂസും ഞാൻ ഈ രണ്ട് പൊസിഷൻസിലാണ് എഴുതാൻ പോകുന്നത്. അതായത് F11 എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു യൂണിറ്റ് ലോഡ്, F21 എന്ന് പറയുന്നത് സ്ലോപ്പ് ഡ്യൂ ടു യൂണിറ്റ് ലോഡ്. അപ്പം സ്ലോപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ദി ഏരിയ കണ്ടുപിടിക്കണം. ആ രണ്ട് വാല്യൂസും നമുക്ക് അതാത് പൊസിഷനിൽ എഴുതി വയ്ക്കാം. ഇനി അടുത്ത കേസ് ഡിഫ്ലക്ഷൻ അറ്റ് 2 ഡ്യൂ ടു യൂണിറ്റ് ലോഡ് അറ്റ് 2. അത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഇവിടെ ഒരു റൊട്ടേഷൻ 1 kN മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1/A എന്ന് കിട്ടും. അവിടുത്തെ റൊട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ ഏരിയയാണ്. ഏരിയ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അത് നമുക്ക് L/E എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൊമെൻ്റ് എന്ന് പറയുമ്പോഴോ, മൊമെൻ്റ് ഓഫ് ദി ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഏരിയ ഇൻറ്റു ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററോട് പാസ് ചെയ്യുന്നത് L/2 കൂടിയാണ്. സോ ഏരിയ ഇൻറ്റു L/2 വരുമ്പോൾ നമുക്ക് L²/2A കിട്ടും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ യൂണിറ്റ് മൊമെൻ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഒന്നിലുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ എഴുതുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ റൊട്ടേഷൻ അപ്ലൈ ചെയ്തപ്പോൾ രണ്ടിലുണ്ടായ റൊട്ടേഷനാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ. സോ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൻ്റെ ഓരോ പൊസിഷൻസിലും അതാത് ടേംസ് എടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് ഈ ഒരു കേസിലുള്ള, ഒരു കാൻലിവർ ബീമിൻ്റെ കേസിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ്. ഇത്രയും ക്ലിയർ ആയോ? ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞോ. പാർവതി, പോയോ? പാർവതി ക്ലിയർ ആണോ? മേഘ, ചന്ദന, ആഡ്ലി. ഞാൻ പേര് വിളിക്കുന്നവരൊക്കെ ലെഫ്റ്റായി പോവാണല്ലോ മീറ്റിങ്ങിൽ നിന്ന്. ചന്ദന ഓക്കെ ആണോ? സംഗീത, ദേവ, ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പം
ഇത്രയും കാര്യങ്ങളാണ് ഒരു കാൻഡിലിവർ ബീമിൻ്റെ കേസിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള കോമ്പിനേഷൻസ്. ഒരു യൂണിറ്റ് ലോഡും യൂണിറ്റ് റൊട്ടേഷൻ, യൂണിറ്റ് മൊമെൻറ്റും, ഇതാണ് കാൻഡിലിവർ ബീമിൽ വരുന്ന മാക്സിമം കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇത് ജസ്റ്റ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. കാരണം ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം. കാരണം ഇപ്പം നമ്മൾ ഒരു പ്രോബ്ലം വരുമ്പോൾ അവിടെ നിന്ന് ഇത് ഡിറൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വാല്യൂസ് ഒക്കെ കാണാതെ പഠിക്കേണ്ടി വരും. കാരണം ഇത് നമ്മുടെ ബേസിക് ആയിട്ട് കോഎഫിഷ്യൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ, നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ശരിക്കും. അപ്പം ഈ വാല്യൂസ് നിങ്ങൾ ഈ ഒരു കേസ് വരുമ്പോൾ ഉള്ള വാല്യൂ ഒന്ന് കാണാതെ പഠിച്ചാൽ മതി. മറ്റേ 2 കേസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഉള്ള വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിക്കുക. സിമിലർലി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് ഇങ്ങനെ ഒരു കേസ് വരും. ഇപ്പം നമുക്കറിയാം ഇത് രണ്ടും ഹിഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഒരു റോളർ ഒരു ഹിഞ്ചും ആണ്. അപ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഒരു മൊമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേഷൻ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്ലോപ്പ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ 2 കേസാണ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ കേസിൽ കാൻഡിലിവർ ബീം ആയതുകൊണ്ട് അവിടെ ഡിഫ്ലക്ഷനും ഉണ്ടാവും, സ്ലോപ്പും ഉണ്ടാവും. ഈ ഒരു കേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ ലെഫ്റ്റ് സൈഡിലും നമുക്കൊരു മൊമെൻറ്റ് അപ്ലൈ ചെയ്യാം, റൈറ്റ് സൈഡിലും നമുക്കൊരു മൊമെൻറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ലോപ്പ് അല്ലെങ്കിൽ റൊട്ടേഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് F11, അതായത് 1 യൂണിറ്റ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റൊട്ടേഷൻ. F21, 1 യൂണിറ്റ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 ഉണ്ടാകുന്ന റൊട്ടേഷൻ. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഞാൻ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഒരു വാല്യൂസും നിങ്ങൾ അങ്ങ് കാണാതെ പഠിച്ച് വെച്ചിരിക്കുക. ഓക്കെ, ഐ എം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് F11. F11 എന്ന് പറയുന്നത് എന്താണ്? F11 എന്ന് പറയുന്നത് ഇവിടെ യൂണിറ്റ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇതിനെ എ എന്നും ഇവിടെ ബി എന്നും കൊടുക്കുകയാണ്. എ എന്ന് പറയുന്ന പൊസിഷനിൽ ഉണ്ടാകുന്ന റൊട്ടേഷനാണ് F11 എന്ന് പറയുന്നത്, അതായത് തീറ്റ എ. ഓക്കെ, ഞാനിവിടെ ഒരു യൂണിറ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്തു. യൂണിറ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആറേയും ആർബിയും കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ആറേയും ആർബിയും നമുക്ക് നോക്കാം. എങ്ങനെയാണ് റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്നത്? ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എടുക്കുമ്പോഴത്തേക്കും ആർ എ പ്ലസ് ആർ ബി, റിയാക്ഷൻസ് ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു 0. ഇനി ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് എ എന്ന് പറയുന്ന പോയിന്റിന് ബേസ് ചെയ്ത് മൊമെൻറ്റ് എടുക്കുകയാണ്. അവിടുത്തത് ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് +1. ഇനി മൈനസ് ആർ ബി ഇൻറ്റു എൽ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ആർ ബി ഇൻറ്റു ഡിസ്റ്റൻസ് എൽ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ മൈനസ് ആർ ബി ഇൻറ്റു എൽ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് ആർ ബി വാല്യൂ 1/L എന്ന് കിട്ടും, ആർ എ വാല്യൂ -1/L എന്ന് കിട്ടും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ എ വാല്യൂ -1/L എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കറിയാം ഇതാണ് റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഈ കേസിൽ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 1 kN മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കോൺജുഗേറ്റ് ബീം എടുക്കുമ്പോൾ കോൺജുഗേറ്റ് ബീമിൽ ഇതങ്ങ് ഫിക്സിഡിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ആ കേസിൽ നമുക്ക് ഇവിടെ മാത്രം മൊമെൻറ്റ് വരത്തുള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോയിന്റിൽ മാത്രം നമ്മൾ മൊമെൻറ്റ് കൺസിഡർ ചെയ്താൽ മതി. സോ 1 kN മൊമെൻറ്റ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് 1 kN ആയിരിക്കും നമ്മുടെ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൊമെൻറ്റ് ഡയഗ്രത്തിൽ ഇവിടെ 1 വരും, ഈ പോയിന്റിലേക്ക് 0 ആവും. അപ്പം മൊമെൻറ്റ് ഡയഗ്രത്തിൽ 1 വരും, ഇങ്ങോട്ട് 0 ആയിപ്പോവും. ഓക്കെ, ഇനി M/EA ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 1/EA ഡയഗ്രാം. 1/EA ഡയഗ്രത്തിനകത്ത് നമുക്ക് എത്ര വരും? ഇവിടെ നമ്മൾ EA കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ഇനി ഇത് ഞാൻ ഈ ഒരു കേസ് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാണ്, 1 വെച്ചിട്ട് ഞാൻ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാണ്. ഇനി റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? റിയാക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ ബി ഈസ് 1/L. ഇവിടെ ആർ ബി ആക്ട് ചെയ്യുമ്പോൾ ഈ ഫിക്സിഡിറ്റിയിൽ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് 1/L ഇൻറ്റു എൽ ആണ്. 1/L ഇൻറ്റു എൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 1 കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്കിത് കൺസിഡർ ചെയ്യാം. റിയാക്ഷൻ വെച്ചിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കുന്ന മൊമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമ്മളൊരു മൊമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പൊസിഷനിൽ മാത്രം ആ മൊമെൻറ്റ് വാല്യൂ എഴുതിയാൽ മതി. ഇപ്പുറത്തെ സൈഡിൽ 0 ആയിരിക്കും. ഓക്കെ,
അപ്പം മൊമെൻറ്റ് ഡയഗ്രത്തിനകത്ത് എം ബൈ ഇ ഡയഗ്രത്തിൽ നമുക്ക് 1/e എന്ന് കിട്ടി. നമുക്കറിയാം ലെങ്ത്. ഓക്കെ, ഇനി നമ്മുടെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മളൊരു മൊമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബീം ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. സോ തീറ്റ എ എന്ന് പറയുന്നത് ആ സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഓക്കെ, തീറ്റ എ എന്ന് പറയുന്നത് ആ സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഇനി തീറ്റ എ കണ്ടുപിടിക്കുമ്പം നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമുക്ക് ഡിഫ്ലക്ഷൻ്റെ ടേംസിലായിരിക്കും നമുക്ക് തീറ്റ എ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം തീറ്റ എ നമ്മളിവിടെ കൺസിഡർ ചെയ്താൽ അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെൽറ്റ ബി കിട്ടും, ഡിഫ്ലക്ഷൻ അറ്റ് ബി കിട്ടും. ഇതൊരു ഇമാജിനറി ലൈനാണ്. ഓക്കെ, ഈ ഒരു കർവിന് ടാൻജൻഷ്യലായിട്ട് ഞാനൊരു ഇമാജിനറി ലൈൻ വരച്ചതാണ്. ആ ഇമാജിനറി ലൈൻ വന്ന് ഇതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഡെൽറ്റ ബി എന്ന് പറയുന്നത്. ഡെൽറ്റ ബി മീൻസ് ഡിഫ്ലക്ഷൻ അറ്റ് ബി. അതായത് 1 kN ഞാൻ ഇവിടെ ഒരു റൊട്ടേഷൻ ഒരു മൊമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു തീറ്റ ഡെവലപ്പ് ചെയ്യും. ആ തീറ്റയുടെ ഒരു ടാൻജൻറ്റ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ അത് ഈ പെർപെൻഡിക്കുലർ നിന്ന് മീറ്റ് ചെയ്യുന്നത് ഡെൽറ്റ ബിയിലായിരിക്കും. ഡെൽറ്റ ബി എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ അറ്റ് ബി എന്നുള്ളൊരു അസംഷനാണ്. ഇതൊരു ഇമാജിനറി ലൈനാണ്, ഇങ്ങനെ പ്രൊഫൈൽ വരത്തില്ല, ഇത് ഇമാജിനറി ആണ്. ഓക്കെ, ഇനി ഡെൽറ്റ ബി എന്ന് പറയുന്നത് ബി ബി ഡാഷ് ആണ്, ബി ബി ഡാഷ്. ഇനി ഇതൊരു സ്മോൾ ആംഗിളാണ്, വളരെ ചെറിയൊരു ആംഗിളാണ്. കാരണം 1 kN മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ വലിയ ഡിഫ്ലക്ഷൻസ് ഉണ്ടാവില്ല, വളരെ ചെറിയൊരു ഡിഫ്ലക്ഷൻ. അപ്പോൾ വളരെ ചെറിയൊരു ആംഗിളാണ്. നമുക്ക് വളരെ ചെറിയൊരു ആംഗിൾ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ആർക്ക് വിൽ ബി ഈക്വൽ ടു ദാറ്റ് സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു റേഡിയൽ ഡിസ്റ്റൻസ് ഇൻറ്റു ദി ആർക്ക് ലെങ്ത്. ഓക്കെ, റേഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L ആണ് ഇൻറ്റു തീറ്റ. സോ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ വിൽ ബി ഈക്വൽ ടു റേഡിയൽ ഡിസ്റ്റൻസ് ഇൻറ്റു ആംഗിൾ. ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. സോ ഡിഫ്ലക്ഷൻ അറ്റ് ബി 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 ഡാഷ് വിൽ ബി ഈക്വൽ ടു തീറ്റ എ ഇൻറ്റു റേഡിയൽ ഡിസ്റ്റൻസ് എൽ. കാരണം നമുക്ക് വളരെ ചെറിയ, ഇതിപ്പം വലുതായിട്ട് വരച്ച് കാണിച്ചിരിക്കുന്നെങ്കിലും വളരെ ചെറിയൊരു ഡിഫ്ലക്ഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്, വളരെ ചെറിയൊരു സ്ലോപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനത്തെ കേസിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു തീറ്റ എ ഇൻറ്റു എൽ. ഇനി ഞാൻ അതിനെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ സോ തീറ്റ എ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ബി ബൈ എൽ. ഓക്കെ, ഇനി എന്താണ് ഡെൽറ്റ ബി എന്ന് പറയുന്നത്? ഡെൽറ്റ ബി എന്ന് പറയുന്നത് എം ബൈ ഇ ഐ ഡയഗ്രത്തിൻ്റെ മൊമെൻറ്റ് ഓഫ് ദി ഏരിയ ആയിരിക്കും. മൊമെൻറ്റ് ഓഫ് ദി ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 1/EA ഇൻറ്റു എൽ ആണ് ഏരിയ. ഹാഫ് ഇൻറ്റു 1/EA ഇൻറ്റു എൽ ആണ് ഏരിയ. ഇനി അതിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ആക്ട് ചെയ്യുന്നത് 2/3 കാരണം നമുക്ക് വേണ്ടത് ഡെൽറ്റ ബി ആണ്. ഡെൽറ്റ ബി എന്ന് പറയുന്നത് ഈ എൻഡിലാണ്, ഈ എൻഡിൽ നിന്നും 2/3 ആക്ട് ചെയ്യുന്നത് ഇൻറ്റു 2/3L. ഇതാണ് മൊമെൻറ്റ് ഓഫ് ദി ഏരിയ ഓഫ് ദി എം ബൈ ഇ ഡയഗ്രാം. ഇനി നമുക്ക് തീറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ വാല്യൂവിനെ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം തീറ്റ എ എന്ന് പറയുന്നത് ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ എൽ ആണ്. സോ അതിനെ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് തീറ്റ എ വിൽ ബി ഈക്വൽ ടു എൽ ബൈ 3EA എന്ന് കിട്ടും. ഓക്കെ, തീറ്റ എ വിൽ ബി ഈക്വൽ ടു എൽ ബൈ 3EA. ക്ലിയർ ആണോ? ഇത് കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡ്സും ഉണ്ട്. ജസ്റ്റ് ഞാൻ ഇപ്പം ഈ ഒരു മെത്തേഡ് പറയാം. വേറൊരു മെത്തേഡിൽ കൂടി നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ പൊസിഷനിൽ ഞാൻ സ്ലോപ്പ് മൊമെൻറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഒന്നിൽ തന്നെ ഉണ്ടായ റൊട്ടേഷനാണിത്. ഇനി അടുത്തത് ഒന്നാമത്തെ പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്, അതായത് യൂണിറ്റ് ഫോഴ്സ് 2 അപ്ലൈ ചെയ്യുമ്പോൾ, രണ്ടാമത്തെ പൊസിഷനിൽ യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പോവാണ്, അല്ലെങ്കിൽ റൊട്ടേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഞാൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ പൊസിഷനിൽ 1 kN അപ്ലൈ ചെയ്തു. നമുക്കറിയാം ഇതൊരു ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ എങ്ങനെ ഇരിക്കും? ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ മുകളിലോട്ടായിരിക്കും. കാരണം ക്ലോക്ക് വൈസ് ആയിട്ട് പോയി ഇതിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ പാറ്റേൺ മുകളിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് ഈ ഒരു കേസ് രണ്ടാമത് പറയാൻ കാരണം, F12 എന്ന് പറയുന്നത് രണ്ടാമത് പറയാനുള്ള കാരണം, ഇവിടെയും സെയിം ഡിഫ്ലക്റ്റഡ് പാറ്റേൺ ആണ് വരുന്നത്. ഇവിടെയും ഡെൽറ്റ ബി കണ്ടുപിടിച്ചാൽ മതി.
നേരത്തെ ഞാൻ ഡെൽറ്റ ബി കണ്ടുപിടിച്ച അതേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഡെൽറ്റ ബി കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് വരുന്നത് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം തീറ്റ എ ഇൻറ്റു എൽ എന്ന് പറയുന്നു. ഓക്കെ, തീറ്റ എ എന്ന് പറയുന്നത് എം ബൈ ഇ എ ഡയഗ്രത്തിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു 1/EA ഇൻറ്റു എൽ, അതാണ് മൊമെൻറ്റ് ഓഫ് ദി എം ബൈ ഇ എ ഡയഗ്രാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏത് പോയിന്റിലാണ് വേണ്ടത്? നമുക്ക് ഈ പോയിന്റിലെ ഡിഫ്ലക്ഷനാണ് വേണ്ടത്. ഈ പോയിന്റിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇവിടെ നിന്നും 1/3 എല്ലിലാണ്. ഡെൽറ്റ ബി എന്ന് പറയുന്നത് ഇവിടെ നിന്നും 1/3 എല്ലാണ്. സോ 1/3 ഇൻറ്റു എൽ. ഇവിടെ നിന്നാണ് വേണ്ടെങ്കിൽ, ഈ ഒരു പോയിന്റിൽ നിന്നാണ് വേണ്ടെങ്കിൽ 2/3 എൽ എടുക്കും ഞാൻ. പക്ഷേ എനിക്ക് വേണ്ട ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ബി എന്ന് പറയുന്നത് ഈ സെയിം സൈഡിൽ തന്നെയാണ്. സോ 1/3 ഓഫ് എൽ ആണ് എടുക്കുന്നത്. ഇനി അപ്പോൾ നമുക്ക് എന്ത് വരും? 1/3 ഓഫ് എൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് L²/6EA എന്ന് വരും. L²/6EA ഡിവൈഡഡ് ബൈ എൽ ചെയ്യുമ്പോൾ എനിക്ക് L/6EA എന്ന് വരും. ഡിവൈഡ് ബൈ എൽ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാനാണ്. തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ എൽ ആണ്. ഡെൽറ്റ ബൈ എൽ എന്ന് പറയുമ്പോൾ നമുക്ക് L/6EA എന്ന് വരും. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തത്? എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ കൊടുത്തത്? തീറ്റ എയുടെ ഡയറക്ഷൻ, സ്ലോപ്പിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ടാണ് നെഗറ്റീവ് കൊടുത്തത്. നിങ്ങൾ തീറ്റ ബി നോക്കരുത്, തീറ്റ എ നോക്കുക. തീറ്റ എ എന്ന് പറയുന്ന ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ടാണ് ഞാൻ മൈനസ് കൊടുത്തത്. സോ നെഗറ്റീവ് കൊടുത്തത് തീറ്റ എ എന്ന് പറയുന്നത്, ഇവിടുത്തെ തീറ്റ എ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ടാണ്. ഇവിടെ നോക്കാം നമുക്ക്. ഇവിടുത്തെ തീറ്റ എ എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പോസിറ്റീവ് വാല്യൂ ആണ് കൊടുത്തത്. L/3A ആണ് കിട്ടിയത്. ഇവിടെ L/6EA എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഞാൻ നെഗറ്റീവ് സൈൻ കൊടുത്തു. അപ്പോൾ ഇത് തീറ്റ എയുടെ കേസാണ്. രണ്ട് കേസിലുള്ള തീറ്റ എയുടെ ഞാൻ കണ്ടുപിടിച്ചത്. ഇനി തിരിച്ചു വരും. ഇവിടെ ഞാൻ 1 kN അപ്ലൈ ചെയ്യുമ്പോൾ എം/ഇ ഡയഗ്രാം ഇങ്ങനെയായിരിക്കും. എനിക്ക് കണ്ടുപിടിക്കാനുള്ള തീറ്റ ബി ആണ്, കാരണം എനിക്ക് രണ്ടാമത്തെ പൊസിഷനിലുള്ള സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. സോ തീറ്റ ബി എന്ന് പറയുന്നത് ഞാൻ ഈ ടാൻജൻറ്റ് ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡെൽറ്റ എ വരും. ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എൽ ആയിരിക്കും തീറ്റ ബി എന്ന് പറയുന്നത്. ഡെൽറ്റ എ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എനിക്ക് ഈ സൈഡിൽ തന്നെയാണ് വേണ്ടത്. ഡെൽറ്റ എ എന്ന് പറയുന്നത് ഈ സൈഡിൽ തന്നെ ആയതുകൊണ്ട് 1/3 എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നേരത്തെ പോലെ തന്നെ എനിക്ക് L/6EA കിട്ടും. തീറ്റ ബിയുടെ ഡയറക്ഷൻ നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഞാൻ നെഗറ്റീവ് സൈൻ കൊടുക്കും. ഓക്കെ, ഇതാണ് F21 ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ അറ്റ് 2 ഡ്യൂ ടു യൂണിറ്റ് മൊമെൻറ്റ് അറ്റ് 1. ഓക്കെ, ഇനി അടുത്ത കേസ് F22 ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 2 ഡ്യൂ ടു മൊമെൻറ്റ് അറ്റ് 2. അപ്പം ഇങ്ങനെ ആണ് ഞാൻ മൊമെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ ഇങ്ങനെയായിരിക്കും. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 2. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് തീറ്റ ബി ആണ്. തീറ്റ ബി എന്ന് പറയുന്നത് ഡെൽറ്റ എ ആണ്. ഡെൽറ്റ എ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ എൻഡിൽ നിന്നാണ്. ഡെൽറ്റ എ കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ ഈ വെർട്ടെക്സിൽ നിന്നാണ് ഞാൻ ഡിസ്റ്റൻസ് എടുക്കുന്നത്. വെർട്ടെക്സിൽ നിന്ന് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ 2/3 എൽ ആണ്. സോ നമ്മുടെ തീറ്റ ബി എന്ന് പറയുന്നത് L/3A വരും. തീറ്റ ബി എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുത്തു. സോ നമുക്ക് F22 കിട്ടി. ഇനി ഇത് അതാത് പൊസിഷൻസിൽ ഞാൻ നോട്ട് ചെയ്യും. F11, F21, F12, F22 കറക്റ്റ് അതിൻ്റെ പൊസിഷൻസിൽ ഞാനത് നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് കിട്ടി. ഇനി ഇതിൽ നിന്ന് ഞാൻ 1/6EA അങ്ങ് കോമൺ പുറത്തെടുക്കും. അപ്പോൾ 1/6EA കോമൺ പുറത്തെടുക്കുമ്പോഴത്തേക്കും മെട്രിക്സിനകത്ത് 2 - 1 - 1 2 എന്ന് വരും. ഈ വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കുക. ഇത് നമുക്ക് എപ്പോഴും പ്രോബ്ലത്തിൽ ആവശ്യമുള്ളതാണ്. വാട്ട് ഇസ് എ ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് എ ബീം എലമെൻറ്റ്? ബീം എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1/6EA ഇൻറ്റു 2 - 1 - 1 2 ആയിരിക്കും. ഇത് എല്ലാ പ്രോബ്ലംസിനും നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ ആണോ?
ഇത്രയും വരെ ഓക്കെ ആണോ? ഓക്കെ സർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ റെക്കോർഡിംഗ് ഒന്നുകൂടെ നോക്കിയാൽ മതി. കുറച്ച് ബീമിൻ്റെ കേസിൽ കുറച്ച് കൺഫ്യൂഷൻ വരും. ബീമിൻ്റെ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് ഡെവലപ്പ് ചെയ്യാൻ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, അതും കൂടി ആദ്യം അങ്ങ് പറയാം. ഇത് ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡാണ്. ഒരു ബീം എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡാണ്. ഞാനവിടെ ഒരു 1 kN ഇവിടെ അപ്ലൈ ചെയ്തു. ഇവിടെ ഈ ഒരു 1 kN, ആദ്യം ഞാൻ ഈ ഒരു കേസ് പറയാം. 1 kN മീറ്റർ ലെഫ്റ്റ് സൈഡിൽ അപ്ലൈ ചെയ്തപ്പോൾ അവിടുത്തെ റിയാക്ഷൻസ് കണ്ടുപിടിച്ചു. അവിടുത്തെ M/E ഡയറത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ, M/E ഡയറത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/EA ഈ ഒരു കേസാണ്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ 2 റിയാക്ഷൻസ് കൊടുക്കും. RA RB എന്ന് പറയുന്ന 2 റിയാക്ഷൻസ് ഞാൻ ഇവിടെ കൊടുക്കും. ഇനി ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് ബി എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഞാൻ മൊമെന്റ് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും? RA into L ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ്. RA into L ക്ലോക്ക് വൈസ്. ഇനി ഈ M/E ഡയറത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എനിക്കൊരു UVL ആയിട്ട് ഇരിക്കുകയില്ലേ ഇവിടെ. ഇതിപ്പോൾ ഒരു UVLൻ്റെ കേസാണ്. M/E ഡയറ ഒരു UVL ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് താഴോട്ട് ആക്ട് ചെയ്യും. -½ ഇൻറ്റു 1/EA ഇൻറ്റു L ട്രയാങ്കിളിൻ്റെ ഏരിയ ഇൻറ്റു ഞാൻ ഏത് പോയിന്റിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത്? ഈ ലെഫ്റ്റ് പോയിന്റിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത്. സോ 2/3 L. അതാണ് ഈ ഇവിടുത്തെ ഏരിയ ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന പോയിന്റ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് RA എന്ന് പറയുന്നത് L/3EI ആണ്. എപ്പോഴും M/E ഡയറത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള റിയാക്ഷൻ ആയിരിക്കും അവിടുത്തെ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ M/E ഡയറത്തിൻ്റെ റൈറ്റ് സൈഡിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് ആയിരിക്കും അവിടുത്തെ തീറ്റ എന്ന് പറയുന്നത്. സോ വീണ്ടും ഞാൻ മൊമെന്റ് അബൌട്ട് A കൺസിഡർ ചെയ്യുമ്പോൾ -RB ഇൻറ്റു L ഈ ഒരു പോയിന്റാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് -RB ഇൻറ്റു L പ്ലസ് ഈ ട്രയാങ്കിൾ 1/2 ഇൻറ്റു 1/EA ഇൻറ്റു L. ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, എയിൽ നിന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട് L/3 ഇൻറ്റു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പം എനിക്ക് RB വാല്യൂ L/6EI കിട്ടും. θB എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പം അവിടുത്തെ റിയാക്ഷൻ ആയിരിക്കും θB എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് RB വാല്യൂ കിട്ടുന്നത് -6EI/L അല്ല, സോറി L/6EI അല്ല, -L/6EI ആണ്. ഇത് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവിടുത്തെ θB വാല്യൂ എന്ന് പറയുന്നത് -L/6EI ആണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കേസ് എടുക്കുകയാണ്. എൻ്റെ രണ്ടാമത്തെ പോയിന്റിൽ ഞാൻ 1 kN അപ്ലൈ ചെയ്യുമ്പോൾ M/E ഡയഗ്രാം ഇങ്ങനെയായിരിക്കും. ഇവിടുത്തെ റിയാക്ഷൻസ് ഞാൻ കണ്ടുപിടിക്കുമ്പോൾ RB വാല്യൂ എന്ന് പറയുന്നത് θBയും RA വാല്യൂ എന്ന് പറയുന്നത് θAയും ആണ്. അപ്പം നമുക്ക് ആ 4 വാല്യൂസ് കിട്ടി. അത് നമ്മൾ അതാത് പൊസിഷനിൽ എഴുതുമ്പം നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് കിട്ടി. മറ്റേ കേസിനെക്കാട്ടി കുറച്ചും കൂടി എളുപ്പം മെത്തേഡ് ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ വേറെ കാര്യം, നിങ്ങൾക്ക് ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും പഠിച്ചു വെച്ചിരിക്കുക. നോർമലി ഇങ്ങനെ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറില്ല. പിന്നെ ഇൻ കേസ് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? ആദ്യം പറഞ്ഞ മെത്തേഡാണോ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ മെത്തേഡാണോ എളുപ്പം? രണ്ടാമത് പറഞ്ഞ മെത്തേഡാണ് നിങ്ങൾക്ക് എളുപ്പം. കാരണം സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ മൊമെന്റ് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ RAയും RBയും കിട്ടും. അതാണ് നമ്മുടെ θAയും θBയും. ഓക്കെ ആണോ? ഞാൻ കുറച്ചും കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെ കറണ്ട് പോയി. UPS എത്ര നേരം നിൽക്കുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പം ബീം എലമെൻറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചിരിക്കുക. പ്രോബ്ലംസിൽ നമുക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലുള്ളത് നോക്കി വയ്ക്കുക. ഞാൻ റെക്കോർഡിങ് ഞാൻ ഇടാം. പിന്നെ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ ചിലപ്പം അല്ലാതെ കുറച്ച് റെക്കോർഡിങ്സും കൂടി ഇടുന്നുണ്ട്. കുറച്ച് പ്രോബ്ലംസ് ഞാൻ അല്ലാതെ റെക്കോർഡിങ് ഇടും. അപ്പോൾ അതുകൂടി നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഓക്കെ ആണോ?
അപ്പം നമ്മുടെ അടുത്ത 4th അവർ നമുക്ക് ഇലക്റ്റീവ് ഉണ്ട്. എല്ലാവരും ഇലക്റ്റീവിന് വരിക. ഇലക്റ്റീവ് നമുക്ക് കുറച്ച് സ്പീഡിൽ തീർക്കാനുണ്ട്. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ. താങ്ക് യു സർ.